നമുക്കിന്ന് കുറച്ച് മക്കോട്ട ദൈവ പിച്ചെടുത്താലോ. അപ്പം ലെറ്റ്സ് ഗോ. ഇവിടെ കുറേ ഒന്നും ഇല്ല, കുറച്ചേ ഉള്ളൂ. ടാസ്ക് പിടിച്ച പരിപാടിയാണ് ഇങ്ങനത്തെ ഇവിടെ കയറുന്നത്. നമ്മൾ പേടിയുമാണ്. പിന്നെ കണ്ട ഓഫീസറാണിട്ട് ഇവിടെ ഉണ്ട്. പേടി കണ്ടിട്ട് എനിക്ക് ഇവിടെ വെച്ചിട്ട് ഇവിടെയൊക്കെ പഴുത്ത് നിൽപ്പുണ്ട്. അപ്പോൾ ഇത് ഒരു ഇന്തോനേഷ്യൻ ഫ്രൂട്ടാണ്. അത് മാത്രമല്ല സ്വർഗത്തിലെ പഴമെന്നാണ് ഇതിന് പറയുന്നത്. ഇതിനങ്ങനെ സീസണൊന്നുമില്ല, പൂവും കായും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. കുറേ ഒക്കെ പഴുക്കും. പിന്നെ ഇതൊരു 4 വർഷമായ പ്ലാന്റാണ്. അപ്പോൾ നമ്മൾ 2 എണ്ണം വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ പൊക്കത്തിലേ പോകത്തുള്ളൂ. നമുക്കൊരു ഓർണമെൻ്റൽ പ്ലാന്റായിട്ട് വീടിൻ്റെ ഫ്രണ്ടിൽ വെക്കാം. അത് മാത്രമല്ല ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. ഷുഗറിൻ്റെയും പ്രഷറിൻ്റെയും എല്ലാം മെഡിസിനായിട്ട് നമ്മൾ ഇത് തിളപ്പിച്ച വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം ഇനി അരിഞ്ഞുണക്കിയെടുക്കണം. ഫ്രണ്ട്സ്, ഇതിൻ്റെ കളർ കണ്ടോ? കഴിക്കാൻ തോന്നൂലേ? പക്ഷേ ഇത് പച്ചയ്ക്ക് കഴിക്കാൻ പറ്റൂല കേട്ടോ. നമുക്കിതിൻ്റെ പ്ലാന്റ്സും ഡ്രൈഡ് ഫ്രൂട്ട്സും അവൈലബിൾ ആണ്. ആവശ്യമുള്ളവർ കമൻറ്റ് ചെയ്താൽ മതി, നമ്മൾ പറയുന്നതായിരിക്കും. ഇത് 1 വർഷമായ പ്ലാന്റ്സാണ്. അപ്പോൾ ഇതൊന്ന് തറയിൽ നട്ടാൽ മതി. ഒരു വർഷത്തിനുള്ളിൽ ഇത് കായ്ക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഫ്രണ്ട്സ്, ഇവിടെ ഡ്രൈ ഫ്രൂട്ട്സും പ്ലാന്റ്സും അവൈലബിൾ ആണ്. വേണ്ടവർ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായവരുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. ബൈ ബൈ.